ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കൽക്കണ്ടം ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ അക്വേറിയമാണ്. ഒരു കുഞ്ഞ് അക്വേറിയം. അതിൽ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട്. അല്പം വെള്ളം ഡേർട്ടി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം അത് വെള്ളം മാറ്റാൻ പോവുകയാണ്. ഇതിനകത്ത് ഞങ്ങൾ വെള്ളം നേരത്തെ മാറ്റുന്നത് ഞങ്ങൾ നെറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് മീനെ പിടിച്ച് സാവധാനം അതിനൊരു ക്ഷതവും പറ്റാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അത് സേഫ്റ്റിയായിട്ട് അടച്ച് ശേഷം ഇതിൽ നിന്നും ചെറിയ പാത്രം വെച്ച് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു മീൻ വെള്ളം മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, അതിന് ഒത്തിരിയേറെ സമയമെടുക്കും. ചിലപ്പോൾ ഗ്ലാസ്സിനൊക്കെ ഡാമേജ് വരാം. പിന്നീടാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ട്യൂബിൻ്റെ ഒരു പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ ഒരു സിസ്റ്റം ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ ഇത് ഒത്തിരി ഈസി ആയിട്ട് തോന്നുന്നു. കാരണം ഇത് നമ്മൾ അക്വേറിയത്തിലേക്കും ഒരു എൻഡ് നമ്മൾ ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഫോഴ്സിലായിട്ട് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം മൊത്തം അക്വേറിയത്തിലുള്ള അഴുക്കും പൊടികളും എല്ലാം കൂടെ ചേർന്നായിരിക്കും ഈ അക്വേറിയത്തിൽ നിന്ന് പോകുക. അതുപോലെ തന്നെ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് അതിൻ്റെ ഓരോ സൈഡിലോ കോർണറിലൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ അഴുക്കുകളൊക്കെ ക്ലീനാക്കി കിട്ടുകയും ചെയ്യും. അന്നേരം മീനുകളെ മാറ്റേണ്ടതായ ആവശ്യകത വരുന്നില്ല. നമുക്ക് അക്വേറിയത്തോട് ചേർന്ന് മാക്സിമം വെള്ളവും നമുക്ക് അക്വേറിയത്തിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് സാധ്യമാകും. ഈ ഒരു സാധനം മേടിച്ച ശേഷം മുതൽ ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് മുമ്പ് മറ്റു രീതിയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ സമയം പോകുന്നുണ്ട്. അതിലുപരി ഒത്തിരി മീനുകൾ ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ മാറ്റി ഇടുമ്പോഴൊക്കെ ആയിട്ട്. പക്ഷേ ഇത് വന്ന ശേഷം വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള കൊച്ചു മീനുകളാണ്. ഞാനങ്ങനെ മറ്റു വലിയ മീനുകൾ ഞാൻ അക്വേറിയത്തിൽ വളർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിലൂടെ ഒത്തിരി ആനന്ദമാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഏകദേശം ഒരു കുട്ടിക്കാലം മുതലേ തന്നെ ഞാൻ ഈ മീൻ വളർത്തലിനോട് താല്പര്യമാണ്. പ്രത്യേകിച്ച് ഗപ്പി. അന്നൊക്കെ ഞാൻ പഠിച്ച സമയത്ത് മീനൊക്കെ മേടിക്കാൻ ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ തോട്ടിൽ പോയിട്ട് കരട്ടി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മീനുകളാണ് തോട്ടിലുള്ള പരല അങ്ങനെയൊക്കെ കൊച്ചു മീനുകൾ എടുത്ത് മിഠായി കുപ്പി മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് പായലൊക്കെ ഇട്ടിട്ട് അന്ന് ഞങ്ങൾ ചോറ് മുറിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ചെറിയ വിരയെ പിടിച്ച് അങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ അവധിക്കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള മീനുകളും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടപ്പം ഞങ്ങളതനുസരിച്ച് ഞങ്ങളുടെ ഓരോന്ന് മേടിച്ച് അങ്ങനെ അതിങ്ങനെ കുഞ്ഞൊരു അക്വേറിയം മേടിച്ചു. പിന്നീട് അത് മാറിയിട്ട് പിന്നീടാണ് ഇപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു അക്വേറിയം മേടിച്ചത്. ഏകദേശം ചെറിയ അക്വേറിയമാണ്, വലിയ അക്വേറിയം അല്ല. എങ്കിൽ തന്നെ അതിനകത്ത് മാക്സിമം ഞങ്ങൾ ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. മീനൊക്കെ ഇട്ടിട്ട് ഞങ്ങളത് ആസ്വദിക്കാറുണ്ട്. ചില സമയത്ത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കും. അങ്ങനെ ഒരു സന്തോഷമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ഇതുപോലത്തെ ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ തലമുറയിലെ കുട്ടികൾ ഈ തെറ്റായ രീതിയിലൊന്നും ഒന്നിൻ്റെ അഡീഷനായിട്ടോ മൊബൈലിനായിട്ട് അഡീഷനായിട്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ദുശീലങ്ങളിലേക്ക് പോകില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അക്വേറിയം, അതുപോലെ മീൻ വളർത്തൽ പോലെ തന്നെ നമുക്ക് പറ്റുന്നതാണ് കിളി വളർത്തൽ, ഗാർഡനിങ്, അങ്ങനെ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാപൃതരാകുമ്പോൾ നമ്മൾ നല്ലതായിട്ട് തീർച്ചയായിട്ടും നല്ല കുട്ടികളായിട്ട് വരുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് എപ്പോഴും മാക്സിമം കുട്ടികളെ പേരൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ അതൊരിക്കലും അവരുടെ പഠനത്തെ ബാധിക്കില്ല. അതിലുപരി അവർക്ക് ഒത്തിരിയേറെ ആനന്ദം, മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതൊരു വലിയൊരു ഇതാണ്. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത് പേരൻസിൻ്റെ കടമയായിട്ട് തന്നെ ഞാൻ പറയും. കാരണം ഒത്തിരിയേറെ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ പിന്നീടുള്ള അവരുടെയൊക്കെ മൂവ്മെൻറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധ്യമാകും. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരിയേറെ എൻജോയബിൾ ആയിരിക്കും. മനസ്സിനും നമ്മുടെ മറ്റുള്ളവർക്ക് കാണുമ്പോഴും അത് ഒത്തിരിയേറെ ആനന്ദദായകമായിരിക്കും. ഇതുപോലെ തന്നെ ഞങ്ങൾ മീൻ വെള്ളം മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വെള്ളം ശക്തമായിട്ട് അക്വേറിയത്തിൽ ഒഴിക്കുമ്പോൾ ഷേക്ക് കാരണം വെള്ളത്തിൻ്റെ ഷേക്ക് കാരണം ഗ്ലാസിൻ്റെ സൈഡ് ലീക്കാകാൻ സാധ്യതയുണ്ട്. അതിലുപരി സാവധാനം വെള്ളം ശക്തി കുറച്ചൊഴിക്കുക, മീനിൻ്റെ ദേഹത്ത് അധികം ശക്തിയായിട്ട് ഒഴിക്കാതിരിക്കുക. അതിലുപരി നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് പതുക്കെ അതിൻ്റെ ഫോഴ്സ് കുറച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അക്വേറിയം കുറേ നാളിൽ നമുക്ക് ഡാമേജ് ആകാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഞങ്ങളെയൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് ഇത് ചെറിയ പൈപ്പ് ഇട്ട് വെള്ളം ഒഴിക്കും. പക്ഷേ അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഫോഴ്സിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും
പിന്നെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതിനേക്കാളൊക്കെ നല്ലത് ഈ ഇങ്ങനെയുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡുകൾ ഉപയോഗിക്കുക. അതിനും വലിയ ഫെസിലിറ്റീസ് ഒന്നിൻ്റെ ആവശ്യം നമ്മുടെ യുക്തി അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഹോബീസിനെയൊക്കെ വളർത്തുവാനായിട്ട് ഇന്നത്തെ തലമുറയിലെ പേരൻസും അതുപോലെ കുട്ടികളും ആഗ്രഹിക്കണം. അതുപോലെ തന്നെ അതിനായിട്ട് സപ്പോർട്ട് ചെയ്യണം. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക, മറ്റുള്ളവർക്കായി ഞങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. താങ്ക് യു.